ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതും നമ്മെ അറിയിക്കുന്നതുമായ കാര്യം അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനം, ഞാൻ നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറുക. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറേണ്ടത്? സകലരും വായിക്കുന്ന, സകലരും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറുക. നമ്മുടെ കേരളക്കരയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചു കൊണ്ടുവന്ന പത്രമാണ് മലയാള മനോരമയെങ്കിൽ അത് വായിക്കുവാൻ രാവിലെ ഉത്സാഹത്തോടെ കാത്തിരിക്കാറുണ്ടായിരുന്നു. പത്രങ്ങൾ നമ്മെ അറിയിക്കുന്നത് സത്യസന്ധമായ വാർത്തകളാണെങ്കിൽ ഇന്ന് വിപരീതമായ ദിശയിലേക്ക് പത്രധർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പരസ്യത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, വിശ്വസിക്കാൻ പ്രയാസമുള്ള വാർത്തകൾ തരുന്ന പത്രങ്ങളായി മാറുന്നതുകൊണ്ട് മനുഷ്യൻ പത്രത്തെക്കുറിച്ചുള്ള താല്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ സത്യമറിയിക്കുന്ന, സത്യത്തെ പ്രദർശിപ്പിക്കുന്ന, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിലൂടെ വായിച്ചെടുക്കുവാൻ ഉതകുന്ന, ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണമുള്ളവരായി നമ്മെ തന്നെ നല്ല പത്രങ്ങളായി മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ നാം ഉത്സാഹിക്കാൻ നമ്മെ ഓർപ്പിക്കുമ്പോൾ, ക്രിസ്തു കാണിച്ചെന്ന സ്നേഹത്തിൻ്റെ മാതൃക, വീണ് കിടക്കുന്നവനെ മറികടന്നു പോകുന്നവരുടെ നടുവിൽ തനിക്ക് വേണ്ടി മാറ്റിവെച്ച വാഹനമൃഗത്തെയും എണ്ണയും വീഞ്ഞും ഒക്കെ മറ്റൊരുവന് വേണ്ടി കൊടുക്കാനുള്ള ത്യാഗ മനോഭാവത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും പത്രങ്ങളായി മാറുക. ക്ഷീണിച്ചിരിക്കുന്നവനെ താങ്ങുന്ന, ആശ്വസിപ്പിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറുവാൻ കഴിയും. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, കരുണയുള്ള കർത്താവിൻ്റെ അമൂല്യമായ ഭാവങ്ങളുടെ ഉടമകളായി മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ നാം കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നവരായി മാറും. കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, ഈ സമൂഹത്തിൽ, ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിൽ നമ്മെ നോക്കി മറ്റുള്ളവർ പറയണം, ഇവർ കർത്താവിനെ അനുഗമിക്കുന്നവരെന്ന്, ഇവർ കർത്താവിൻ്റെ മക്കളെന്ന് പറയുന്ന നല്ല പത്രങ്ങളായി മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം. മറ്റൊരുവൻ്റെ തകർച്ചയിൽ സന്തോഷിക്കുന്നവരല്ല, മറ്റൊരുവൻ്റെ വീഴ്ചയിൽ ആനന്ദിക്കുന്നവരല്ല, മറിച്ച് വീണ് കിടക്കുന്നവരെ കരം പിടിച്ചുയർത്തുന്ന, തകർന്നു പോയവരെ പണിതെടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പത്രങ്ങളായി മാറാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമകളായി മാറാം, കരുതുന്ന സ്നേഹത്തിൻ്റെ ഉടമകളായി മാറാം, കരം നീട്ടുന്ന സഹായഹസ്തങ്ങൾ നീട്ടുന്നവരായി മാറാം. കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. നമ്മിലൂടെ കർത്താവിനെ മറ്റുള്ളവർ കണ്ട് ഈ കർത്താവിലേക്ക് അടുത്തു വരുവാൻ ഉതകുന്ന നല്ല പത്രങ്ങളായി നമുക്ക് മാറാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.